ഡെയിലി വെയർ കളക്ഷൻ ആയാലും ഒരു സെമി ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിലും നമുക്ക് അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒരു 4 കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ആൻഡ് ബോഡിയിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഫുള്ളി ഒരു കാന്ത വീവിങ് പാറ്റേൺ ആണ് ഫുള്ളായിട്ട് നമുക്ക് ത്രൂ ഔട്ട് ദ ബോഡി പോകുന്നത്. ആൻഡ് യോക്ക് പോർഷനിൽ നോക്കുവാണെങ്കിൽ ആ ഒരു പാച്ച് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു മിറർ വർക്കിൻ്റെയും ഒരു ഷുഗർ ബീഡ്സിൻ്റെയും വർക്കാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് എൻ പോർഷനിൽ നോക്കുവാണെങ്കിൽ സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു പാച്ച് ഡീറ്റെയിലിംഗ് തന്നെ നമുക്ക് ആ ഒരു ടോപ്പിൻ്റെ എൻഡിൽ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് ആ ഒരു പാച്ച് വർക്കിൽ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ കൂടെ പെയർ ചെയ്ത് വന്നിരിക്കുന്ന ബോട്ടം സോഫ്റ്റ് കോട്ടണിൽ തന്നെ ഒരു സിക്സാക് പാറ്റേണിലാണ് ആ ഒരു ബോട്ടം നമുക്ക് പെയർ ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ട വരുന്നതും സോഫ്റ്റ് കോട്ടണിലാണ്. ദുപ്പട്ടയുടെ എൻഡിലും നമുക്ക് ആ ഒരു ടോപ്പിൻ്റെ യോക്ക് പോർഷനിൽ വരുന്ന ആ ഒരു പാച്ച് വർക്ക് നമുക്ക് ദുപ്പട്ടയുടെ എൻഡിലും വരുന്നുണ്ട്. അതിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു കാന്ത വർക്കാണ് ഫുള്ളി നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ട കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് ക്യാരി ചെയ്യണം. ആ ഒരു കാന്ത വർക്ക് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഉള്ളിൽ ആ ഒരു ഫിനിഷിങ് നമുക്ക് വന്നിട്ടുണ്ട്. അതിപ്പോൾ കൈ കൊണ്ട് ചിലപ്പോൾ ഒന്ന് കുരുങ്ങി പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഇതിൽ വന്നിട്ടുള്ള കുറച്ചൊന്ന് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ദുപ്പട്ടയാണ് കേട്ടോ. ഒരു എൻ പോർഷനിൽ വരുന്ന ആ ഒരു പാച്ച് വർക്കായാലും ആ ഒരു സൈഡിൽ നമുക്കും ആ ഒരു പാച്ച് ഡീറ്റെയിലിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സോഫ്റ്റ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. ഒരു സ്ലീവ്ലെസ് പാറ്റേൺ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ലൊരു ലുക്ക് കിട്ടും. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു യെല്ലോ വിത്ത് ഗ്രീൻ ഷെയ്ഡാണ്. ഇതിലും നമുക്ക് ബോഡിയിൽ ഫുള്ളായിട്ട് ആ ഒരു കാന്ത വീവിങ്ങിൻ്റെ പാറ്റേൺ ഫുള്ളി നമുക്ക് പോകുന്നുണ്ട്. ആ ഒരു പാച്ച് വർക്ക് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട് ആ ഒരു യോക്ക് പോർഷനിൽ. എൻ പോർഷനിൽ നോക്കുവാണെങ്കിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു പാച്ച് ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സിക്സാക് പാറ്റേണിൽ വന്നിട്ടുള്ള ആ ഒരു ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ഇഷ്ടപ്പെട്ടത്. എനിക്കല്ല, കാണുന്നവർക്കും കുറച്ചൊന്നും ഇഷ്ടപ്പെടുന്ന ആ ഒരു ദുപ്പട്ടയായിരിക്കും. ദുപ്പട്ടയുടെ എൻഡിൽ വരുന്ന ആ ഒരു പാച്ച് ഡീറ്റെയിലിംഗ് ആയാലും ആ ഒരു കാന്ത വർക്കായാലും എല്ലാം നല്ലൊരു ലുക്ക് തരുന്ന ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ആണ് ഫുള്ളി നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഫൈനൽ ലുക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ലുക്കായിരിക്കും ഫൈനലി നമുക്ക് കിട്ടുന്നത്. ആൻഡ് തേർഡ് വൺ വരുന്നത് ഇതും സെയിം വന്നിട്ടുള്ള ആ ഒരു ഗ്രീൻ വിത്ത് യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഒരു പാച്ച് ഡീറ്റെയിലിങ് നമുക്ക് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻറ്റിലാണ് ആ ഒരു പാച്ച് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് സെൻറ്ററിൽ നോക്കുവാണെങ്കിൽ ഒരു പടി ഡീറ്റെയിലിംഗ് ഒക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പടി ഡീറ്റെയിലിംഗ് തന്നെ 4 സൈഡിലും ഒരു പൈപ്പിംഗ് പോലെ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻഡിൽ നോക്കുവാണെങ്കിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു പാച്ച് വർക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സിക്സാക്കിൽ വന്നിട്ടുള്ള ബോട്ടം ദുപ്പട്ട. നല്ല രസമുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു മെറൂൺ വിത്ത് യെല്ലോ ഷെയ്ഡിലാണ്. ദിസ് ഇസ് ദ ലുക്ക്. ഇതിൽ നമുക്ക് മിറർ വർക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ യോക്ക് പോർഷനിൽ നോക്കുവാണെങ്കിൽ ഒരു ഗ്രീൻ കളറിൻ്റെ ആ ഒരു പടി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആ ഒരു സെയിം പൈപ്പിംഗ് ഡീറ്റെയിൽ തന്നെ ആ ഒരു 2 സൈഡിലും നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബോട്ടം ദുപ്പട്ട. ആ ടോപ്പിൽ വരുന്ന ആ ഒരു പാച്ച് ഡീറ്റെയിലിംഗ് ആണ് ഈ ഒരു 4 സൈഡ്സിൽ നമുക്ക് വന്നിട്ടുള്ളത്. ആൻഡ് കൂടാതെ ആ ഒരു എൻഡിലായിട്ട് ആഞ്ചൽ പോർഷനിൽ ആ ഒരു പാച്ച് ഡീറ്റെയിലിംഗ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ദിസ് ഈസ് ദ ലുക്ക്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് D115 എന്ന കോഡിൽ 1219 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടാണ് ഈ ഒരു അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. നമ്മൾ
നോർമലി കോട്ട സാരീസ് ഇങ്ങനെ കണ്ടിട്ടില്ലായിരിക്കും അല്ലേ? അപ്പം ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ വന്നിട്ടുള്ള കോട്ട സാരീസിൻ്റെ കളക്ഷനാണ് കാണാൻ പോകുന്നത്. ഈ മാനിക്യൂല് കണ്ടപ്പം രണ്ടും സെയിം സാരീസാണ്. ഞാൻ വേറെ നിൽക്കുന്നത് മാനിക്യൂല് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട് തന്നെ വീഡിയോയും എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അതിന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റും ഞാൻ വേറെ നിൽക്കുന്ന ഈ ഒരു ബേജ് ഷെയ്ഡാണ്. ഇതിലും നമുക്ക് ബോഡിയിൽ സ്കാറ്റേഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹാൻഡ് പെയിൻറ്റിൽ തന്നെ ഒരു ആരിയിൽ പിട്ട വർക്കാണ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് സ്കാലപ്പ് ഡീറ്റെയിൽ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആ സ്കാലപ്പ് ഡീറ്റെയിലും തന്നെ ആ ഒരു പിട്ട വർക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷനിലാണ് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ തന്നെ ഒരു പിട്ട വർക്ക് വന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു യെല്ലോ ഷെയ്ഡാണ്. നമുക്ക് ഈ സമ്മർ ടൈമിലും ഈ ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നത്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നൊരു കൈൻഡ് ഓഫ് സാരിയും കൂടെയാണ്. ആ ഒരു യെല്ലോയിൽ തന്നെ മൾട്ടി കളേഴ്സിൽ ഈ ഒരു പെയിൻ്റാണ് കുറച്ചൊന്ന് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ പ്ലീറ്റ് എടുത്ത് കൊടുക്കാനാണെങ്കിലും നല്ല പോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയും കൂടെയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ ഈ ഒരു പല്ലുവിൻ്റെ പോർഷൻ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്ന നോർമലി നമ്മൾ കോട്ട സാരീസ് കാണുമ്പം സെയിം കോട്ടയിൽ തന്നെ ആയിരിക്കും ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഡോള സിൽക്കിലാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. സെയിം യെല്ലോ ഷെയ്ഡിൽ തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ബനാറസിയുടെ ഒരു ബൂട്ടാസ് ഒക്കെ പ്ലേസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ്. ആൻഡ് ഇതിലും നമുക്ക് സ്കാറ്റേഡ് ആയിട്ടൊരു ഫ്ലവർ പാറ്റേണിലാണ് ഈ ഒരു പെയിൻറ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിലൊക്കെ ഈ ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് ചെസ്റ്റിൻ്റെ പോർഷനിൽ വരുന്നത്. പിന്നെ ഈ പല്ലുവിൻ്റെ പോർഷനിലും ആ സെയിം ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഈ കളേഴ്സിൻ്റെ കൂടെ തന്നെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു പെയിൻറ് വർക്കാണ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതും ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ തന്നെ വിത്ത് ബനാറസി ബൂട്ടാസ് ഒക്കെ പ്ലേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഹാൻഡ് പെയിൻറ് വർക്കായാലും ഒരു പിട്ട വർക്കായാലും എല്ലാം നല്ല ബ്യൂട്ടിഫുൾ. നമ്മൾ സിമ്പിളായിട്ട് വേണം എന്നാൽ ഒരു നല്ലൊരു എലഗൻറ്റ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാരീസൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതും സെയിം ലാവൻഡർ ഷെയ്ഡിൽ തന്നെ ഡോള സിൽക്കിൽ വിത്ത് ബനാറസി ബൂട്ടാസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഇതിൻ്റെ കോഡ് വരുന്നത് DVS 220 എന്ന കോഡിൽ 3649 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഈവനിങ് ഫംഗ്ഷൻ വരായിട്ടൊക്കെ നമുക്ക് എന്തായാലും അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. ഇപ്പം ഒരു 3 ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ള ഒരു ബർഗണ്ടി ടോൺ ആൻഡ് ഒരു മെറൂൺ ആൻഡ് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ. ഞാൻ ഓരോന്നും ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ടോപ്പ് വന്നിട്ടുള്ളത് ഷിമ്മർ ക്രഷ്ഡ് ഓർഗൻസയിലാണ്. ആൻഡ് ഇതാണ് ടോപ്പിൽ വരുന്ന ഒരു ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു യോക്ക് പോർഷൻ തന്നെ. യോക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ടോപ്പ് വരുവാണെങ്കിലും ക്രഷ്ഡ് ഷിമ്മർ ഓർഗൻസിലാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു യോക്ക് പോർഷനാണ്. സ്വീക്കൻസിയുടെയും കട്ട് ബീറ്റ്സിൻ്റെയൊക്കെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ബോഡിയിലും സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു സെയിം സ്വീക്കൻസി തന്നെ വർക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെറ്റൂണിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഈ ഒരു സെയിം ക്രഷ്ഡ് ഓർഗൻസിലാണ് കേട്ടോ ദുപ്പട്ട വന്നിട്ടുള്ളത്. ദുപ്പട്ടയിലും 4 സൈഡിൽ നമുക്ക് കട്ട് ബീറ്റ്സിൻ്റെ തന്നെ സ്കാലപ്പും കൂടെ വരുന്നുണ്ട്. ഇതാണ് ദുപ്പട്ട. ആൻഡ് ഇതാണ് കേട്ടോ ഫസ്റ്റ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ്. എല്ലാത്തിലും നമുക്ക് ഈ ഒരു സെയിം വർക്ക് തന്നെ കേട്ടോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. കളേഴ്സ് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഇതാണ് നെക്സ്റ്റ് വന്ന് വരുന്നത്. ആൻഡ് സ്ലീവ്സിൻ്റെ എൻഡിൽ നമുക്ക് ഈ ഒരു സെയിം കട്ട് ബീഡ്സിൻ്റെ തന്നെ വർക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ എൽബോ വരെ സ്ലീവ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്താലും അതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് കൊടുത്ത് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഇതാണ് നെക്സ്റ്റ് ലുക്ക്. ഇതിലും സെയിം സെറ്റൂണിൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത്. ആൻഡ് ക്രഷ്ഡ് ഓർഗൻസിലാണ് കേട്ടോ ദുപ്പട്ട വന്നിട്ടുള്ളത്. ലാസ്റ്റ് ലുക്ക് വരുന്നത് ഒരു ബർഗണ്ടി ടോൺ ഷെയ്ഡാണ്. ഷിമ്മർ ഓർഗൻസ് ആയതുകൊണ്ട് തന്നെ ഒരു ഗ്ലേസി ഫീലിംഗ് കൂടെ ഓൾറെഡി മെറ്റീരിയൽ ഉണ്ട്. ഇതാണ് ലാസ്റ്റ് ലുക്ക്. എന്തായാലും ഒരു പാർട്ടി വെയർ കളക്ഷനായിട്ടൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെയാണ്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട ഇത് വരുന്നുണ്ട്. ആൻഡ് സെറ്റൂണിൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SBP 894 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് 3249 ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.